ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന ഈ ഒരു നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലൈനിങ് ആയിട്ട് നമുക്കൊരു കോട്ടൺ ലൈനിങ്ങും അത് നമുക്ക് സെയിം 3 മീറ്റർ തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ് നമുക്ക് ആവശ്യമായിട്ട് വന്നില്ല. ഈ ഒരു മോഡൽ ഫ്രോക്കാണ് നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം 3/4 ഇതിനേക്കാളും കുറച്ചും കൂടെ കൈക്ക് നീളം വേണം, അതായത് 3/4 സ്ലീവും വെക്കണമെന്നാണ് പറഞ്ഞത്. നെക്കൊക്കെ ഈ ഒരു മോഡൽ തന്നെ സെയിം വെക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ വിരിവ് നിങ്ങൾക്കിപ്പോൾ കാണുമ്പം മനസ്സിലാകും. നമുക്ക് നൈറ്റി മെറ്റീരിയലിനെക്കാട്ടിലും വിരിവുള്ള ഒരു ടോപ്പാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇത്രയും വിരിവി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ നൈറ്റിയിൽ നമുക്ക് വിരിവ് കിട്ടുന്ന മെറ്റീരിയൽ വിരിവ് കിട്ടുന്ന ആ ഒരു വിരിവ് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതൊക്കെ. അപ്പോൾ നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോൻ ഓടി ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്തുകൊണ്ട് പോകും. സാധാരണ രീതിയിൽ അവൻ ഉറങ്ങുമ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഥ അടച്ചിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം കുഞ്ഞായതുകൊണ്ട് നമുക്കറിയത്തില്ല, നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ മുട്ടുസൂചിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പൊതുവേ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് അവൻ മുറി വരാത്ത രീതിയിൽ കഥ അടച്ചിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് കഥകൊന്നും അടയ്ക്കാൻ പോയില്ല. കാരണം ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് കളിച്ചോളുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ കഥകൊന്നും അടച്ചിട്ടില്ലായിരുന്നു. പിന്നെ നെക്കിനൊക്കെ നമ്മൾ ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നത്. നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പൊതുവെ കട്ടിയില്ലല്ലോ. പിന്നെ കട്ടിയുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് ഒരുപാട് കട്ടിയൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് തന്ന മോഡൽ കുർത്തിക്ക് ഫ്രണ്ടിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ ഏകദേശം മഴത്തുള്ളി ഷേപ്പ് രീതിയിലാണ് ഇരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു പീസ് തുണിയിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തതിന് ശേഷം തേച്ചെടുത്തതിന് ശേഷം ഇതിനുള്ളിൽ കൊണ്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ അവിടുന്ന് മുട്ടുസൂചിയൊക്കെ എടുപ്പിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പക്ഷേ അവനോട് എത്ര പറഞ്ഞിട്ട് അവൻ അത് കാണുന്നില്ല. അവനെപ്പോഴും ചോക്കിനോടാണ് താല്പര്യം. അപ്പം എവിടെ ചോക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഉടനെ അതെടുത്ത് എവിടെയെങ്കിലും ഒക്കെ വരയ്ക്കാൻ പറ്റും അവിടെ എല്ലാം വരച്ചിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സൈഡിൽ ചെറുതായിട്ട് കാണാം. അപ്പോൾ ആ സൈഡിൽ അവൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോക്ക് കൊണ്ട് വരയ്ക്കലാണ് മെയിൻ പരിപാടി. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് അവൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മോനുള്ളത് കൊണ്ട് എത്ര തന്നെ പാടായിരിക്കും നമ്മൾ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊതുവേ മോൻ ഉറങ്ങുമ്പോൾ തന്നെയല്ല സ്റ്റിച്ചിങ് ചെയ്യുന്നത്. കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം കട്ടിലുണ്ട്, അതുപോലെ തന്നെ ടേബിള് ഫുള്ള് നമ്മളെല്ലാം എടുത്തിട്ടേക്കുമായിരിക്കും. അതായത് മുട്ടുസൂചിയാകാം, സൂചിയാകാം, അതുപോലെ തന്നെ ഓരോ ഫൂട്ടുകളൊക്കെ ആകും. അവൻ വന്ന് ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയാൽ പോലും നമ്മൾ അറിയില്ല, ഇല്ലെങ്കിൽ കയറി വന്ന് ചവിട്ടുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് പൊതുവേ നമ്മൾ അവനെ ഉറക്കിയതിന് ശേഷമാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ യോക്കിൻ്റെ പാർട്ട് നമ്മൾ ഏകദേശം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവിന് നമ്മൾ പറഞ്ഞായിരുന്നു ലൈനിങ് വെച്ചാണ് നമ്മൾ സ്ലീവ് ചെയ്യുന്നത്. അപ്പം അടിഭാഗം നമ്മളത് ലൈനിങ് കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ മടക്കിയടിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ 2 സ്ലീവും ഒരുപോലെ തന്നെ ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം അടിഭാഗം മടക്കിയടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി. പിന്നെ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2 സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അടിഭാഗത്ത് സ്കേർട്ടിന് നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് നമ്മൾ സെയിം രീതിയിൽ തന്നെയാണ്, നമ്മൾ എലൈൻ രീതിയിലാണ് അത് കട്ട് ചെയ്തേക്കുന്നത്. അത് നമ്മൾ അടിഭാഗം മടക്കി അടിക്കുവാണ്. മുകൾ ഭാഗത്തെ സ്കേർട്ടും അതായത് നല്ല തുണിയും നമ്മൾ ജസ്റ്റ് മടക്കി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നേരെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അടിച്ചെടുക്കാനൊക്കെ അടിഭാഗം എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് തയ്ച്ച ഫ്രോക്ക്. ഒരു പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതൊരു നൈറ്റി മെറ്റീരിയൽ കൊണ്ട് തയ്ച്ചാന്ന് ഒരിക്കലും പറയത്തില്ല. അത്ര ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റൊക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ, ബൈ ബൈ.